നിയമലംഘന യാത്രയിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ കേസെടുക്കും. DGP കോട്ടയം SP-ക്ക് കേസെടുക്കാൻ നിർദ്ദേശം നൽകി. കോട്ടയം SP-യുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഷിനോജ് എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യം ഷിനോജ് അന്നേ ദിവസം ആവർത്തിച്ച് ചോദിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് കേസെടുക്കാൻ ഏമാന്മാർ തയ്യാറായില്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ സമ്മർദ്ദത്തെ തുടർന്നാണോ ഇങ്ങനെ ഒരു നീക്കം? മോദി കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് മാതൃഭൂമി ന്യൂസ് ടോമിൻ ജെ തച്ചങ്കരിയുടെ നിയമലംഘന യാത്രയുമായി ബന്ധപ്പെട്ട വാർത്ത ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വിടുന്നത്. ആ സമയത്ത് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGP-ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് തച്ചങ്കരിയുടെ ഗുരുതരമായ നിയമലംഘനം എന്ന് തന്നെയാണ്. അതിന് പിന്നാലെ നിരവധി പരാതികൾ ഇമെയിൽ വഴി നേരിട്ടുമൊക്കെ തന്നെ ഈ തച്ചങ്കരിയുടെ വിഷയത്തിൽ മാതൃഭൂമി ന്യൂസിന്റെ ദൃശ്യങ്ങൾ സഹിതം DGP-ക്ക് മുന്നിലേക്ക് എത്തി. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം SP-യോട് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലും പറയുന്നത് തച്ചങ്കരിയുടെ നിയമലംഘന യാത്ര തന്നെയാണ്, അതിൽ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്നൊരു കാര്യമാണ് ഈ SP-യുടെ റിപ്പോർട്ടിലും പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മുൻ DGP-ക്കെതിരെ കേസെടുക്കാൻ നിലവിലെ DGP സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗതാഗത നിയമലംഘന വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് കേസെടുക്കാനാണ് നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസായിരിക്കും തച്ചങ്കരിക്കെതിരായിട്ടുള്ള ഈ കേസ് അന്വേഷിക്കുക. കാരണം കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയ സമയത്താണ് മാതൃഭൂമി ന്യൂസ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പകർത്തുന്നതും ഈ വാർത്തയാക്കുന്നതും. അതിനാൽ തന്നെ ഈ സംഭവം നമ്മൾ പകർത്തിയ നടന്നത് കോട്ടയം വിജിലൻസ് കോടതിയിലാണ്. അതിനാൽ തന്നെ ആ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ പരിധിയിലാണ് വരുന്നത്. അതിനാൽ തന്നെ ഈസ്റ്റ് പോലീസായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക. എന്തായാലും വിരമിച്ച് 3 വർഷമായിട്ടും തച്ചങ്കരി നടത്തിയ ഈ നിയമലംഘന യാത്ര, ആ യാത്രയിൽ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിൽ നമ്മൾ നൽകിയ വാർത്തയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ തച്ചങ്കരിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഏത് തരത്തിലാണ് തച്ചങ്കരി ഒരു പക്ഷേ ഡ്രൈവറെ ചാരി ഊരാനുള്ള നടപടി തച്ചങ്കരിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കാരണം ആദ്യഘട്ടത്തിൽ വന്ന തച്ചങ്കരിയുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇത് ഡ്രൈവർ ഊരി മാറ്റാൻ മറന്നുപോയി എന്നൊരു കാര്യമാണ് തച്ചങ്കരിയൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ പൊളിയുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം 2023 ജൂലൈ 31 സർവീസിൽ നിന്ന് വിരമിച്ച ഒരാൾ 2024 ഒക്ടോബർ 14 വാങ്ങിയ കാറിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ നക്ഷത്ര ചിഹ്നം വയ്ക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മറ്ററിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാറുമായി, കാരണം 1.25 വർഷം കഴിഞ്ഞ് വാങ്ങിയ കാറാണ്, ഈ കാറുമായി നക്ഷത്രം പതിപ്പിച്ച കാറുമായി തച്ചങ്കരി എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ നക്ഷത്രം ചിഹ്നം പതിപ്പിച്ച കാറാണ്, ഒരിടത്തും ചെക്കിംഗ് ഉണ്ടാകില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ പോലും ഒരു തരത്തിലുള്ള ചെക്കിംഗ് ഉണ്ടാകില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയെല്ലാം ഈ കാറുമായി തച്ചങ്കരി യാത്ര ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ തച്ചങ്കരിക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കമെന്ന് പറയുന്നത്. FIR ഇട്ട് കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പോലീസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. കാരണം ഈ കേസുമായി പരാതിയുമായി എത്തിയ ആളെ തിരിച്ചയക്കുന്നതൊക്കെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒടുവിൽ ഈ പലതരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ, പലതരത്തിലുള്ള നിരവധി പരാതികൾ വന്നതിന് പിന്നാലെ തച്ചങ്കരിക്കെതിരെ കേസെടുക്കാൻ നിലവിൽ ഇപ്പോൾ DGP കോട്ടയം SP ആയിട്ടുള്ള ഷാഹുൽ ഹമീദിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരി, ഷിനോജസിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ പലവട്ടം ചോദിച്ചു നക്ഷത്രങ്ങളെ പറ്റി. ഡ്രൈവർ മറന്നുപോയതാണ് എന്ന് പറഞ്ഞു. ഇത്രയും വർഷക്കാലമായി വല്ലാത്തൊരു മറവി അതും ഡ്രൈവറുടെ തലയിൽ വെച്ചു കൊടുത്തു. ഒടുവിൽ ഇതാ കേസെടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതിലൊരു ചെറിയ ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പ്രിവിലേജുകൾ കിട്ടേണ്ടതില്ല ഒരാൾക്കും. എല്ലാവർക്കും തുല്യ അവകാശമേ ഈ നാട്ടിലുള്ളൂ. അങ്ങനെ നക്ഷത്രങ്ങൾ വെച്ച് നടക്കുന്നു എങ്കിൽ, സർവീസിൽ ഇല്ലാഞ്ഞിട്ടും അങ്ങനെ നടക്കുന്നു എങ്കിൽ അതൊരാൾ മാറാട്ടമാണ്. ഞാൻ മറ്റാരോ ആണെന്ന് ധരിപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഉന്നത പദവിയിൽ തുടരുകയാണ് എന്ന് ധരിപ്പിക്കാനുള്ള ശ്രമം ആൾമാറാട്ടമാണ് സർ.